ലെബനനിലെ തായ്ബേ ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 19 വയസ്സുള്ള സർജന്റ് ഇദാൻ ഫുക്സ് കൊല്ലപ്പെടുകയും 6 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരു ഓഫീസറും 3 സൈനികരും അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇസ്രയേൽ സൈനിക വക്താക്കൾ സ്ഥിരീകരിച്ചു. സംഭവത്തിന്റെ തുടക്കം തായ്ബേ ഗ്രാമത്തിനുള്ളിൽ ഇസ്രയേലിന്റെ 7ാം ആർമഡ് ബ്രിഗേഡിന്റെ ഒരു ടാങ്ക് സാങ്കേതിക തകരാറിനെ തുടർന്ന് കുടുങ്ങിയതോടെയാണ്. ടാങ്ക് നന്നാക്കാനുള്ള ശ്രമങ്ങൾ സൈനികർ തുടരുന്നതിനിടെയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹിസ്ബുള്ളയുടെ ചാവേർ ഡ്രോൺ താവളത്തിന് നേരെ പതിച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സ്ഫോടനമാണ് സൈനികർക്കിടയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയത്. പരിക്കേറ്റ സൈനികരെ മാറ്റാനുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലും ആക്രമണം തുടർന്നുവെന്നത് സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനായി എത്തിയ ഇസ്രയേൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിനും രക്ഷാദൌത്യ സംഘത്തിനും നേരെ ഹിസ്ബുള്ള വീണ്ടും ഡ്രോണുകൾ അയച്ചു. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികർക്ക് തൊട്ടടുത്തായി ഡ്രോൺ വന്നു പതിക്കുന്നത് വ്യക്തമാണ്. ഈ ആക്രമണത്തിനിടെ ഒരു ഡ്രോൺ സൈനികൻ വെടിവെച്ചിട്ടെങ്കിലും രണ്ടാമത്തെ ഡ്രോൺ ഹെലികോപ്റ്ററിന് തൊട്ടടുത്ത് പതിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ 2ാം ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ല. എങ്കിലും സൈനികർ പ്രാണരക്ഷാർത്ഥം ഓടുന്നതും പരിഭ്രാന്തരാകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തായ്ബേ ഗ്രാമത്തിലെ പോരാട്ടം ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമായി മാറി. ഹിസ്ബുള്ളയുടെ ആക്രമണം വെറുമൊരു ഡ്രോൺ ആക്രമണത്തിൽ ഒതുങ്ങിയില്ല. തായ്ബയ്ക്ക് സമീപമുള്ള ബെയ്റ്റ് ലീഫ് മേഖലയിൽ ഇസ്രയേലിന്റെ മെർക്കാവ ടാങ്കിന് നേരെ തങ്ങൾ ഗൈഡഡ് മിസൈൽ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഇസ്രയേൽ സൈന്യത്തിന്റെ ആധുനിക യുദ്ധോപകരണങ്ങളെ പോലും തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യം. ഏപ്രിൽ 17 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഹിസ്ബുള്ളയാണ് വെടിനിർത്തൽ കരാർ തകർത്തതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തി. കരാർ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇസ്രയേൽ ആവർത്തിച്ചു. ഹിസ്ബുള്ളയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നത് പ്രതിരോധ വിദഗ്ധർ ഗൗരവത്തോടെയാണ് കാണുന്നത്. കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഇത്തരം ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് റഡാറുകൾക്ക് പലപ്പോഴും പ്രയാസകരമാകുന്നു. തായ്ബയിലെ സംഭവം ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. കൊല്ലപ്പെട്ട ഇറാൻ ഫുക്സ് പെറ്റാത്യുക്വ സ്വദേശിയാണ്. 7th ആർമർഡ് ബ്രിഗേഡിന്റെ 77ാം ബറ്റാലിയനിലെ അംഗമായിരുന്നു അദ്ദേഹം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഹിസ്ബുള്ളയുടെ നേരിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആദ്യ സൈനികനാണ് ഇദ്ദേഹം. ഈ മരണം ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ പലായനം ചെയ്യുകയാണ്. ഇസ്രയേൽ വിമാനങ്ങൾ ലെബനനിലെ വിവിധ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി. മിസൈൽ വിക്ഷേപണ തറകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കെ ലെബനൻ അതിർത്തിയിലെ ഈ പോരാട്ടം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ യുദ്ധം അവസാനിക്കുന്നില്ല. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചേക്കാം. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഗോലാനി ബ്രിഗേഡ് ലെബനനിൽ നേരിടുന്ന വെല്ലുവിളികൾ ഈ യുദ്ധത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നു. ആധുനിക ടാങ്കുകളും ആയുധങ്ങളും ഉണ്ടായിട്ടും ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിക്കുന്ന ഹിസ്ബുള്ളയെ നേരിടുക എന്നത് ദുഷ്കരമാണ്. തായ്ബയിലെ ടാങ്ക് തകരാറിലായ സാഹചര്യം ഹിസ്ബുള്ള കൃത്യമായി മുതലെടുത്തു. ഹിസ്ബുള്ളയുടെ അൽമാസ് മിസൈലുകളും FPV ഡ്രോണുകളും ഇസ്രയേലിന്റെ കവചിത വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത്തരം ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ ആസൂത്രകർക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധക്കളത്തിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇസ്രയേലിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സൈനികർ പരിഭ്രാന്തരായി ഓടുന്നത് ഹിസ്ബുള്ള തങ്ങളുടെ വിജയമായി ആഘോഷിക്കുന്നു. ഇത് മാനസികമായ ഒരു യുദ്ധം കൂടിയായി മാറിയിരിക്കുകയാണ്. ലെബനൻ അതിർത്തിയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് ഈ സംഭവം വലിയ തിരിച്ചടിയാണ്. ട്രംപ് ഭരണകൂടം സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ തുടരുന്നത് ആശങ്കാജനകമാണ്. ഓരോ ആക്രമണവും പ്രതികാര നടപടികൾക്ക് വഴി തുറക്കുന്നു. തായ്ബയിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. മേഖലയിലുടനീളം ഹിസ്ബുള്ള തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം നിരവധി ഇസ്രയേൽ സൈനികർ ലെബനനിൽ കൊല്ലപ്പെട്ടു.
ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയും ശക്തമാണ്. സൈനിക കേന്ദ്രങ്ങളിലെ സുരക്ഷാ ഓഡിറ്റിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ പുതിയൊരു മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇസ്രയേൽ വ്യോമസേന തങ്ങളുടെ ഹെലികോപ്റ്ററുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ ആരംഭിച്ചു. ഇറാനുമായുള്ള ബന്ധം ഹിസ്ബുള്ളയെ കൂടുതൽ ശക്തരാക്കുന്നുണ്ട്. ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. മോസ്കോയിൽ ഇറാന്റെയും റഷ്യയുടെയും ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ലെബനനിൽ ഈ പോരാട്ടം മുറുകുന്നത്. തെക്കൻ ലെബനനിലെ ഭൂപ്രകൃതി ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമാണ്. ഒളിഞ്ഞിരുന്നും ഗുഹകൾ ഉപയോഗിച്ചും നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രയേലിനെ വലയ്ക്കുന്നു. ഇതിനെ മറികടക്കാൻ ഇസ്രയേൽ കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും റഡാറുകളും വിന്യസിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിലും പ്രതിഷേധമുയരുന്നുണ്ട്. സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. നെതന്യാഹു സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമേറുകയാണ്. തായ്ബയിലെ ഈ പോരാട്ടം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീകരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഡ്രോണുകളും മിസൈലുകളും നിറയുന്ന ആകാശത്ത് സൈനികർ ഓരോ നിമിഷവും മരണഭയത്തിലാണ് കഴിയുന്നത്. ഈ സംഘർഷം എപ്പോൾ അവസാനിക്കുമെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സൈനിക നീക്കങ്ങൾ തുടരുമ്പോഴും സമാധാനത്തിനായുള്ള മുറവിളികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്.